Rama Rama Hare Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama Rama Hare Hare Jaya Krishna Balaram Jaya Krishna Balaram Krishna Balaram Jaya Krishna Balaram Jaya Gauranita Jaya Gauranita Gauranita Jaya Gauranita Nidai Gaura Hari Bol Hari Bol Hari Bol Nitai Gaura Hari Bol Nitai Gaura Hari Bol Hari Bol Hari Bol Nitai Gaura Hari Bol Jaya Jaya Prabhupada 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 Jaya Jaya Prabhupada Jaya Jaya Gurudev 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 Jaya Jaya Gurudev Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Hari Om Talsat. Hare Krishna. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ഭഗവത്ഗീത യഥാരൂപം അധ്യായം 16 ദേവാസുര ഭാവങ്ങൾ, അതില് 21-ാമത്തെ ശ്ലോകമാണ്. വളരെ ചെറിയ ഭാവാർത്ഥം. ശ്ലോകം നമ്പർ 21, 16-ലെ 21. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനാത്മനാ കാമക്രോധസ്തദാ ലോഭ തസ്മാദേവ ദേദത്രയം ത്യജേത്. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനാത്മനാ കാമക്രോധസ്ഥലോഭസ്ഥ തസ്മാദേദാത്രയം ത്യജേത്. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനാത്മനാ കാമക്രോധസ്തദാ ലോഭ തസ്മാദേദാത്രയം ത്യജേത്. നരകത്തിന് കവാടങ്ങൾ 3 ഉണ്ട്: കാമം, ക്രോധം, ലോഭം. ബുദ്ധിയുള്ള എല്ലാവരും ഇവയെ ഉപേക്ഷിക്കണം. കാരണം അവ ആത്മാവിന്റെ അധപതനത്തിലേക്ക് വഴിതെളിക്കും. ഭാവാർത്ഥം പ്രഭുപാദിച്ചു. അസുര ജീവിതത്തിന്റെ ആരംഭം എങ്ങനെയെന്ന് ഇവിടെ വിവരിക്കുന്നു. കാമത്തെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. കഴിയാതെ വരുമ്പോൾ ക്രോധവും ലോഭവും വർദ്ധിക്കും. ആസുരമായ നിലയിലേക്ക് വഴുതി വീഴാൻ ഇഷ്ടപ്പെടാത്ത ബുദ്ധിമാനായ ഒരാൾ ഈ 3 വൈരികളിൽ നിന്ന് വിട്ടുനിൽക്കണം. ഈ ഭൗതിക ശൃംഖലയിൽ നിന്ന് മോചനം നേടാനാവാത്ത വിധം ആത്മാവിന് ദോഷം ചെയ്യും ഇവ 3. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ നാമനേ. നമസ്തേ സരസ്വതി ദേവി ഗൗരി വാണി പ്രചാരണ നിർവിശേഷോചോനുവാദി പാശ്ചാത്യ ദേശധാരണ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്വാസ ഗൗരി ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. വളരെ നല്ലൊരു ശ്ലോകമാണ്. ത്രിവിധം നരകസ്വേദം ദ്വാരം നാശനാത്മന. നരകത്തിന് കവാടങ്ങൾ 3 ഉണ്ട്: കാമം, ക്രോധം, ലോഭം. അല്ലെ, ബുദ്ധിയുള്ള എല്ലാ പേരും ഇവയെ ഉപേക്ഷിക്കണം. കാരണം ആത്മാവിന്റെ അധപതനത്തിലേക്ക് വഴിതെളിക്കും. നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ശ്ലോകമാണിത്. ഒരുപാട് കാര്യങ്ങൾ പല ആചാര്യന്മാരെ ഇതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഭഗവത്ഗീതയിൽ തന്നെ ഈ 3 കാര്യത്തിനെ കുറിച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് പ്രതിപാദിക്കുന്നുമുണ്ട് ഭഗവാൻ. കാരണം ഭഗവാൻ അറിയാം ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണെന്നും ഇത് വളരെ അപകടം നമുക്ക് ചെയ്യുമെന്നും ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് നമുക്ക് ഒരു പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടി ഭഗവാൻ അത് നേരത്തെ നമുക്ക് പറഞ്ഞു തരും. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന കാര്യം നമുക്കെങ്കിലേ നമുക്കത് മനസ്സിലാവും. ഒരു പ്രാവശ്യം ഒന്നും പറഞ്ഞ മൂഢന്മാരായിട്ടുള്ള നമ്മളെ പോലെയുള്ളവർ, എന്നെ പോലെയുള്ളവർ, മണ്ടന്മാരായിട്ടുള്ള എന്നെ പോലെയുള്ളവർക്ക് മനസ്സിലാക്കാൻ വലിയ പാടായിരിക്കും. കുറച്ച് ബുദ്ധിയൊക്കെ വേണം, അല്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലേ നമ്മുടെ മനസ്സിലേക്ക് കയറുള്ളൂ, എങ്കിലേ നമ്മളെ ബുദ്ധിക്ക് കയറുള്ളൂ, എങ്കിലേ നമ്മളെ ഹൃദയത്തിലേക്ക് എത്തത്തുള്ളൂ, അല്ലേ? അങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞ് നന്നായി എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഇതൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം, അല്ലേ? നരകത്തിലേക്ക് പോകാനായിട്ട്
നമുക്ക് ഒരുപാട് വാതിലുകളുണ്ട് അല്ലേ? ഈ മൂന്ന് വാതിലല്ല, ഒത്തിരി വാതിൽ. നമ്മൾ അതിന് PhD എടുത്ത ആൾക്കാരാണ്. എന്തിനാണ്? നരകത്തിലേക്ക് പോകാൻ. പ്രത്യേകിച്ച് ഈ കലിയുഗത്തില് അത് വളരെ എളുപ്പമാണ് നരകത്തിലേക്ക് പോകാൻ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ സംഭവിക്കുന്നത് എന്താ വെച്ചാല്, നമ്മൾ നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നരകം ഇവിടെ വന്ന് നിൽക്കുക, അല്ലേ? ഇനി അങ്ങോട്ട് എത്തുന്നത് വരെയുള്ള വിഷമം വേണ്ട. ഞാൻ ഇങ്ങ് പോരാന്ന് പറഞ്ഞ് നരകം നമ്മുടെ അടുത്ത് തന്നെ വന്നിരിക്കുക. നമ്മൾ വിളിച്ചു വരുത്തിയിരിക്കുവാണ്. അത്രയ്ക്കുള്ള കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ നരകം വിചാരിച്ച് ഇങ്ങോട്ട് പോരാ, എല്ലാരെയും അങ്ങോട്ട് വിളിക്കുന്നതിനേക്കാൾ എളുപ്പം ഇങ്ങോട്ട് വരുന്നതാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നരകം നമ്മൾ ഇവിടെ ഓൾറെഡി സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലേ? പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നത് അതില് മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ. നരകത്തിലേക്ക് പോകാൻ ഒരുപാട് വാതിലുകളുണ്ട്, പക്ഷെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഏതൊക്കെയാണത്? കാമം, ക്രോധം, ലോഭം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്, അല്ലെ? ഏ നമുക്കറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും നമ്മളത് എന്താണ് വച്ചു പുലർത്തിക്കൊണ്ട് പോകുന്നു. നമ്മളത് എടുത്തു മാറ്റാനുള്ള ശ്രമം നമ്മൾ ചെയ്യുന്നില്ല എന്ന്, അല്ലെ? അറിയാതെ കുറെയൊക്കെ പോകുന്നുണ്ടെങ്കിലും വൈഷ്ണവരെ കുറിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്? ഭൗതികതയിൽ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മള് അവരോട് ഇത് ഉപദേശിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ? അപ്പോ ഇവിടെ പറയുന്നതിൽ എന്തോ നമുക്കൊരു കാര്യം മനസ്സിലാക്കല്ലേ, നരകം തീർച്ചയായിട്ടും ഉണ്ട്. നരകം വെറുതെ പറയുന്നത്, നരകമുണ്ട്, അല്ലെ? പക്ഷെ ഭൗതികവാദികൾ ഇവിടെ ഇവിടെ തന്നെ നരകം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും വന്നു ചേരുമ്പോൾ നാം ഇവിടെ തന്നെ നരകം സൃഷ്ടിക്കുന്നു. എന്തൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, അല്ലെ? നമുക്കത് ഓരോന്നായിട്ട് പതുക്കെ പതുക്കെ നോക്കാം. നരോത്തമദാസ് ഠാക്കൂർ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലെ? വൈഷ്ണവരെന്താണ് അതിനെക്കുറിച്ചിട്ട് ആലോചിക്കുന്നത്, അവരുടെ ചിന്ത എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നരോത്തമ ദാസ് ഠാക്കൂർ അദ്ദേഹം പറയുന്നത്, നമുക്ക് ഈ എന്താണ് രാക്ഷസീയ സ്വഭാവങ്ങളെ, ഏതൊക്കെയാണ് രാക്ഷസീയ സ്വഭാവങ്ങൾ? കാമം, ക്രോധം, മോഹം. രാക്ഷസ സ്വഭാവങ്ങള് ഭഗവാൻ കൃഷ്ണന്റെ സേവയ്ക്കായി ഉപയോഗിക്കും. അല്ലെ? അപ്പൊ നമ്മുടെ കാമവും ക്രോധവും ലോഭവും ഒക്കെ ഭഗവാന്റെ സേവയിലേക്ക്, ഭഗവത് സേവയിലേക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഒരു സംശയം, ഇതൊക്കെ എങ്ങനെയാണ്? അല്ലേ? ഇതൊക്കെ വളരെ മോശപ്പെട്ട സ്വഭാവങ്ങളല്ലേ? ഇതെല്ലാം നമ്മൾ ഭഗവാന്റെ സേവയിൽ എങ്ങനെ ഉപയോഗിക്കും എന്ന് നമുക്കൊരു സംശയം തോന്നാം, അല്ലേ? അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, കാം കൃഷ്ണ കർമ്മ അർപ്പണേ. നമ്മൾ എന്ത് ചെയ്താലും എല്ലാ കർമ്മങ്ങളും എന്ത് ചെയ്യണം? ആ റിസൾട്ട് മുഴുവൻ ഭഗവാനിൽ അർപ്പിക്കണം, ഭഗവാന് സമർപ്പിക്കണം, അല്ലെ? കാം കൃഷ്ണ കർമ്മ അർപ്പണേ. നമ്മുടെ കർമ്മങ്ങളുടെ എല്ലാ റിസൾട്ടും, അല്ലെ, എല്ലാ ഫലങ്ങളും ഭഗവാന് സമർപ്പിക്കാമെങ്കിൽ അത് നമുക്ക് അനുവദനീയമാണ്. അപ്പൊ കാമം നമുക്ക് ആവാം, അല്ലെ? എങ്ങനെയാവാം? ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് കാമമാവാം. അങ്ങനെയുള്ള കാമമാണ് നമുക്ക് ആവേണ്ടത്, അല്ലെ? ഈ കാമം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണയാണ്. ഈ എതിർ ലിംഗത്തോടുള്ള ആ പ്രേമം, ആ സ്നേഹം, ആ താല്പര്യം, വാഞ്ച, അല്ലെ, അത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതല്ല, എന്തിനും ഉള്ള കാമം. ഇപ്പോ റോസാപ്പൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ എന്ത് തോന്നും? അതിങ്ങനെ പറിച്ച് നമ്മുടെ തലയിലോട്ട് വയ്ക്കാൻ തോന്നും. കാമം, അല്ലെ? അപ്പുറത്തെ ആള് ഒരു മെർസിഡീസ് ബെൻസ് വാങ്ങിച്ചു, എനിക്ക് BMW ഉള്ളൂ, എനിക്കും വേണം ഒരു മെർസിഡീസ് ബെൻസ്, അല്ലെ? കാമം, അതിനോടുള്ള കാമം, ആർത്തി, അല്ലെ? അപ്പോ അതെല്ലാം ആഗ്രഹങ്ങളാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാന് വേണ്ടി അർപ്പിക്കണം, അല്ലെ? ഭഗവാന് വേണ്ടി നമ്മളിങ്ങനെ അർപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ കാലക്രമേണ നമുക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ വിളിക്കും, അല്ലെ? ഇപ്പൊ തന്നെ നിങ്ങളിൽ മിക്കവാറും ഉള്ള എല്ലാവരും 16 റൗണ്ട് ജപിക്കുന്നവരാണ്. എല്ലാവരും, മിക്കവാറും ഭൂരിപക്ഷം ആൾക്കാരും, മിക്കവാറുമുള്ള ആൾക്കാരെല്ലാവരും, ഇതിലൊപ്പം ഇരിക്കുന്ന ഭക്തന്മാർ എല്ലാവരും തന്നെ ഏകാദശി വ്രതങ്ങൾ എടുക്കുന്നവരാണ്, അല്ലെ? നമ്മുടെ ആചാര്യന്മാരുടെ ജന്മ എന്താണ് ആവിർഭാവ വിനിർഭാവ ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്താണ് വ്രതമെടുക്കുക, അല്ലെ? അവർക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നവർ. അപ്പോ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ശുദ്ധത വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കൃഷ്ണാബോധത്തിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മുടെ സ്വഭാവവും കൃഷ്ണാബോധത്തിലേക്ക് വന്നതിന് ശേഷമുള്ള സ്വഭാവം നമ്മൾ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റും വാട്ട് ആർ ദ മെറിറ്റ്സ്, എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അല്ലേ? നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയോ, ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയോ അല്ലേ? അപ്പൊ അതാണ് നമ്മൾ കാം കൃഷ്ണ കർമ്മ അർപ്പണേ അത് ചെയ്ത് വരുമ്പോ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും. നമ്മുടെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ അല്ലെ, കാമങ്ങളെല്ലാം നമ്മളെ പതുക്കെ പതുക്കെ വിട്ടുപോകുന്നതായിട്ട്. പിന്നെയോ, അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ സേവയ്ക്ക് അനുകൂലേന കൃഷ്ണാനുശീലനമായി മാറും. ഭഗവാൻ എന്താണ് ഇഷ്ടം അത് മാത്രം നമ്മൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് എന്താണ് പ്രായോഗികമായിട്ട് കാണാൻ പറ്റും. അതെങ്ങനെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ അത് വന്നു ചേരും. കാര്യം എന്താണ്, നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധത വരുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ 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 വിട്ടുപോകും. അല്ലേ? വെരി ഗുഡ്. അതാണ് എന്താണ് ഇവിടെ എന്താണ് നരോത്തമദാസ് ഠാക്കൂർ പറഞ്ഞു, എന്താണ് കാം ക്രോധ് കർമ്മ അർപ്പണേ, സോറി, കാം കൃഷ്ണ കർമ്മ അർപ്പണേ. പിന്നെ ഇവിടെ എന്താണ് അടുത്ത, പിന്നെ അദ്ദേഹം അത് തുടരുന്നുണ്ട്. എന്താണ് അദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ആ, ക്രോധ് കൃഷ്ണ ദേശി ജനി. ആർക്കെങ്കിലും ഭഗവാനോടോ ഭഗവാന്റെ ഭക്തന്മാരോടോ എന്താ സൂയ ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് ദേഷ്യപ്പെടാം. അല്ലെ? അപ്പൊ ആരെങ്കിലും ഭഗവാന്റെ എതിർത്ത് പറയുകയാണെങ്കിൽ നമുക്ക് അവനോട് ദേഷ്യപ്പെടാം. ദേഷ്യം സമ്മതിച്ചിട്ടുണ്ട് അവിടെ. അതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ക്രോധ് കൃഷ്ണ ദേശീജൻ. ഭഗവാനെ എതിർത്ത് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് അവരോട് ശബ്ദമുയർത്തി സംസാരിക്കാം. അല്ലെ? ചിലര് ഈ ചില ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, ആചാര്യന്മാരുടെ ലെക്ചേഴ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്, അവരുടെ വലിയ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് അല്ലെ, എന്താണ് അങ്ങോട്ട് ഈ വീരവാദങ്ങളും അല്ലെങ്കിൽ വാഗ്വാദം അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന അദ്ദേഹം പറഞ്ഞതൊക്കെ സമർപ്പിച്ചതൊക്കെ എതിർക്കുന്ന ഒരു രീതിയിൽ അവർ വരും. ആരെങ്കിലും ഒരാളുണ്ടാവും, ഒരാൾ വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട്. അപ്പൊ അവരെന്താ ചെയ്യുക? നമുക്ക് അല്ല അല്ല പ്രഭു അങ്ങനെയല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ സ്വരം ഉയർത്തിക്കൊണ്ടിരിക്കും. അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മളും നമ്മുടെ സ്വരം ഉയർത്തേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മൾ അത് ഇതിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ സ്വരം അപ്പൊ നമുക്ക് ദേഷ്യപ്പെടണം, ദേഷ്യം വരണം. അല്ലേ? കാര്യം എന്താണ്, ഇയാൾ ഭഗവാനെതിരെയാണ് സംസാരിക്കുന്നത്. അല്ലേ? അവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, നമുക്ക് ആ ഫിലോസഫി, അറിയുന്ന ഫിലോസഫി വെച്ചിട്ട് നമ്മൾ അദ്ദേഹത്തിനെ അടിച്ച് അമർത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലേ? എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്ഥലം വിട്ടു പോകണമെന്നാണ്. പിന്നെ അങ്ങനെയോട് സംസാരിക്കരുത്. സംസാരിച്ചിട്ട് കഥയില്ല. കാരണം കുത്താൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് വല്ല കഥയുണ്ടോ? ഇത് പോത്താണ്, അവന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലേ? ആ പോത്തുകളോടൊന്നും പറിച്ചിട്ട് കഥയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നമ്മൾ സ്ഥലം വിടണം. കാര്യം അവിടെ നിന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഏഹ് അഭക്തന്മാരോട് ഭഗവാന്റെ കാര്യം പറയാൻ പാടില്ലെന്നാണ്. അല്ലെ? ഇതാണ് ഒരു 10 അപരാധങ്ങളിൽ ഒന്നും അതാണ്. ഭക്തന്മാരോട് നമ്മള് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കണം. അവർക്ക് എതിരിക്കുന്നില്ല, അവർക്ക് അത് യേശുന്നില്ല, അവർക്ക് അത് മനസ്സിലാവുന്നില്ല, അവരത് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സില്ല എങ്കിൽ, മനസ്സാണ് അവിടെ ഇല്ലാത്തത്. മനസ്സില്ല എന്നുള്ള ഒരു നിലയിലാണെങ്കിൽ നമ്മൾ പിന്നെ അവനോടൊന്നും പറയാൻ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് അവനെ ഒഴിവാക്കി പറഞ്ഞിട്ട് പോകാൻ നോക്കാം. അവൻ പോയില്ലെങ്കിൽ നമ്മൾ സ്ഥലം വിട്ടോ. അല്ലേ? പതുക്കെ പതുക്കെ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അത് വഴി ഇത് വഴി അങ്ങ് ഓടുക. അതാണ് ചെയ്യേണ്ടത്. കാരണം അവരോട് നമ്മൾ സംസാരിച്ച് വെറുതെ ആരോഗ്യം കളയരുത്. വെറുതെ സംസാരിക്കേണ്ട ആവശ്യമില്ല. അവർ നന്നാവത്തില്ല. അവരിനി 100 കോടി ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയായിരിക്കും. അവർക്കതിന് സമയമായിട്ടില്ല. അല്ലേ? അപ്പൊ അവർക്ക് അവരോട് ദേഷ്യപ്പെടാണ്. അപ്പൊ ക്രോധ് കൃഷ്ണ ദേശീജനി. അപ്പൊ ഈ ക്രോധങ്ങളൊക്കെ കാണിച്ച ഒരുപാട് ആൾക്കാർ നമ്മുടെ എന്താണ് ശാസ്ത്രത്തിലുണ്ട്. അത് ആരൊക്കെയാണ്? നമ്പർ 1, അർജുനൻ. അല്ലെ? അർജുനൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാന് വേണ്ടി ദേഷ്യത്തോടെ യുദ്ധം ചെയ്യുന്നുണ്ട്. ഈ ദേഷ്യം വന്നില്ലെങ്കിൽ ആർക്കും യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇല്ലേ? ചിരിച്ചോണ്ട് ആർക്കെങ്കിലും യുദ്ധം ചെയ്യാൻ പറ്റും? ഇല്ല. അല്ലെ? ദേഷ്യം വരും. ദേഷ്യം വന്നാല് ആ ദേഷ്യം വരുത്താനാണ് ഭഗവാൻ ഇത്രയും കാര്യങ്ങൾ നീട്ടിപ്പിടിച്ച് പറഞ്ഞത് അയാളത് അർജുനോട്. എടാ മണ്ട, ഇല്ലേ, ഇവരൊക്കെ നീ എന്തോന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ഇവരൊക്കെ നിന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അല്ലെ? നീ ഇപ്പൊ പറയുന്നത് നിന്റെ അമ്മാവനാണ്, നിന്റെ ചേട്ടനാണ്, നിന്റെ സഹോദരനാണ് എന്നൊക്കെ പറയുന്നു. അല്ലെ? പക്ഷെ അവരാരും അങ്ങനെ അല്ലല്ലോ വിചാരിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് ഇതേ യേശുവിനെ കൂട്ടി ഈ അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന് ആ വീര്യം വന്നാലേ, അല്ലെങ്കിൽ ആ ദേഷ്യം വന്നാലേ എന്താണ് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ? എങ്കിലേ ആ വീര്യത്തോടുകൂടി നമുക്ക് എന്താണ് അമ്പൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇവിടെ അർജുൻ അതിനൊരു ഉദാഹരണമാണ്. അല്ലെ? ക്രോധം, സോറി, കാമക്രോധം. അല്ലെ? ആ ക്രോധം ഉണ്ടെങ്കിലേ അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എന്താണ്? അത് ധർമ്മക്ഷേത്ര കുരുക്ഷേത്രയാണ്. അല്ലെ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ച് ഭഗവാനെ സംപ്രീതനാക്കാൻ വേണ്ടി, ഭഗവാന്റെ
എന്താണ് അനുഗ്രഹത്തിന് വേണ്ടി, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ അദ്ദേഹത്തിൽ സമർപ്പിച്ചിട്ട് നമ്മൾ എന്താണ് യുദ്ധം ചെയ്തത്. ഭഗവാന്റെ ആഗ്രഹമാണ് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്, അല്ലെ? അതിനുവേണ്ടി അർജുനൻ യുദ്ധം ചെയ്തു, ഭഗവാന്റെ ആഗ്രഹപ്രകാരം, അല്ലെ? ക്രോധമില്ലാതെ അർജുനൻ യുദ്ധം ചെയ്യാൻ കഴിയില്ല, അല്ലെ? അവിടെ എത്ര യോദ്ധാക്കന്മാരെയാണ് കൊന്നതെന്നറിയാം? 64 കോടി, അല്ലെ? യോദ്ധാക്കളെയാണ് ആ യുദ്ധഭൂമിയിൽ കൊന്നൊടുക്കിയത്, അല്ലെ? അപ്പോ ഇപ്പോഴത്തെ യുദ്ധങ്ങളൊന്നും അല്ല അതനുസരിച്ചിട്ട്, അല്ലെ? ഇപ്പൊ നമുക്ക് ഭഗവാനെയും ഭക്തരെയും അവഹേളിക്കുന്നവർക്കെതിരെ ക്രോധമാകാം. ഭഗവാന് മാത്രമല്ല, ഭഗവാന്റെ ഭക്തന്മാരെയും ആരും അവഹേളിക്കാൻ പാടില്ല. ഭയങ്കര പാപമാണ്. നമ്മൾ ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ അപരാധം മാറത്തില്ല, അല്ലേ? അത്രയ്ക്ക് കാര്യം ഭഗവാൻ സഹിക്കില്ല. ഭഗവാന്റെ ഭക്തനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഭക്തനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, പറയുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം, അല്ലേ? നമ്മൾ ഇനി എത്ര തലകുത്തി നിന്ന് കഴിഞ്ഞാലും ആ പാപം പോകത്തില്ല. ഇനി എത്ര എന്താണ് ആ, തുളസിക്ക് വലം വെച്ചാലും ആ പാപം പോകത്തില്ല. അത്രയ്ക്ക് വലിയ അപരാധമാണ് ഒരു ഭക്തനെ എന്താണ് നിന്ദിക്കുക എന്ന് പറയും. ഹരേ കൃഷ്ണ. ഓക്കെ. പിന്നെ അടുത്ത ഒരു ഉദാഹരണം, നമ്മൾ അർജുനെ പോലെ വേറൊരു ഉദാഹരണമുണ്ട്, ഹനുമാൻ സ്വാമി, അല്ലെ? അദ്ദേഹം ലങ്കയിലോട്ട് പോയി, അവിടെ ചെന്ന് ഇവരെല്ലാരും കൂടെ പിടിച്ചു കെട്ടി രാവണന്റെ ഫ്രണ്ടിൽ കൊണ്ട് ചെന്ന് നിർത്തി, അല്ലെ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവർ ആ വാലിൽ മുഴുവൻ തുണി ചുറ്റി എണ്ണയൊക്കെ ഇട്ടിട്ട് എണ്ണയിൽ മുക്കി തീ കത്തിച്ചു വിട്ടു, അല്ലേ? അപ്പൊ കത്തിക്കൊണ്ടിരുന്ന ആ വാല് പുള്ളി എന്ത് ചെയ്തു? ഭഗവാൻ ശ്രീ രാമചന്ദ്ര സ്വാമിയുടെ എന്താണ് സേവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. എന്ത് സേവ? ആ ലങ്ക മുഴുവൻ കത്തി നശിപ്പിച്ചു, അല്ലെ? അതാണ് തന്റെ വാലിൽ രാക്ഷസന്മാർ തീ പിടിപ്പിച്ചപ്പോൾ ക്രോധത്താൽ ഹനുമാൻ ലങ്ക മുഴുവൻ കത്തിച്ചാമ്പലാക്കി. ഹനുമാൻ തന്റെ കത്തുന്ന വാല് രാമചന്ദ്ര ഭഗവാന്റെ സേവയിൽ ഉപയോഗിച്ചു. ഹനുമാൻ തന്റെ ക്രോധം രാമചന്ദ്ര ഭഗവാന്റെ സേവയിൽ അങ്ങനെയാണ് ഉപയോഗിച്ചത്. മനസ്സിലായോ? അപ്പൊ ഇനി അടുത്തത് നരോത്തമദാസ് ഠാക്കൂർ പറയുന്നത് എന്താണ്? ലോഭ കൃഷ്ണ ഗുണ ജ്ഞാനേ, അല്ലെ? അപ്പോ അദ്ദേഹം കാമത്തിനെ കുറിച്ച് പറഞ്ഞു, ക്രോധത്തിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പോ ലോഭ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാഗ്രഹം, അല്ലെ? ആഗ്രഹമല്ല, അത്യാഗ്രഹം, ആവശ്യമില്ലാത്ത കാര്യത്തിനോടുള്ള താല്പര്യം. ഭഗവാനെ വാഴ്ത്താനുള്ള അത്യാഗ്രഹമാണ് നമുക്ക് വേണ്ടത്. എത്ര വാഴ്ത്തിയാലും മതിയാവാത്തത് പോലെ ഉണ്ടോ? അപ്പൊ നമുക്ക് അത്യാഗ്രഹമാവാം. എന്തിന്റെ അത്യാഗ്രഹം? ഭഗവാനെ സേവ ചെയ്യാനുള്ള അത്യാഗ്രഹം, അല്ലെ? ഭഗവാന്റെ ഭക്തന്മാരെ സേവ ചെയ്യാനുള്ള അത്യാഗ്രഹം, അത്യാഗ്രഹമാണ്, അല്ലെ? ഭ്രാന്തമായിട്ടുള്ളൊരു ആഗ്രഹം, അല്ലെ? ഭഗവാനെ സേവിച്ച് മതിയാവുന്നില്ല, അല്ലെ? ഇന്നലെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു, അതൊന്നും പോരാ, ഇന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു താല്പര്യം. ഇന്നലെ അവിടെ മുഴുവൻ തേച്ച് വൃത്തിയാക്കി, അത് പോരാ, അവിടെ ഇനിയും പൊടി, ഇനിയും ചെയ്യണം എന്നുള്ളൊരു താല്പര്യം. ഇത്ര ചെയ്താലും മതിയാവില്ല സേവ ചെയ്തിട്ട്. അതാണ് നമുക്ക്, ആ അത്യാഗ്രഹം നമുക്ക് വേണം, അതാണ് നമുക്ക് വേണ്ട അത്യാഗ്രഹം. രൂപ ഗോസ്വാമി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാനെ, എനിക്ക് അങ്ങയുടെ നാമം പറയാൻ, അങ്ങയുടെ കഥ പറയാൻ, അങ്ങയുടെ ലീലകൾ വിവരിക്കാൻ എനിക്ക് കോടിക്കണക്കിന് നാവ് വേണം ഭഗവാനെ എന്നാണ് രൂപ ഗോസ്വാമി പറഞ്ഞത്, അല്ലേ? എന്റെ ഒരു നാക്ക് കൊണ്ട് എനിക്ക് അങ്ങയെ വാഴ്ത്തിയിട്ട് തൃപ്തി വരുന്നില്ല എന്നാണ് ആര് പറഞ്ഞത്? രൂപ ഗോസ്വാമി പറഞ്ഞു. കണ്ടു, ആഗ്രഹം, അതാണ് ലോഭ എന്ന് പറയും. ആ ലോഭമാണ് നമുക്ക് വേണ്ടത്, അല്ലെ? നമ്മുടെ അനന്തൻ പറഞ്ഞതുപോലെ, അനന്തൻ എന്ത് പറഞ്ഞു? എനിക്ക് ഈ 1000 ഫണങ്ങൾ മതിയാവുന്നില്ല, അല്ലെ? ഭഗവാനെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കും, ഇപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കണം, എന്തിനും തീരുന്നില്ല, അല്ലെ? അപ്പൊ അതാണ് സേവോന്മുഖം, അല്ലെ? അല്ലെങ്കിൽ സേവാ മനോഭാവം. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. അങ്ങനെ ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതം കംപ്ലീറ്റ് മാറി മറിയും, അല്ലെ? പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, കൃഷ്ണഭക്തി രസഭാവിത മതി ക്രിയതാമപി കുതോപി ലഭ്യതേ തത്ര മൂല്യം ഏകം ജന്മകോടി സുഹൃതേ ലഭ്യതേ, അല്ലെ? കോടി സുഹൃതേ ന ലഭ്യതേ എന്നാണ്, അല്ലെ? കോടി സുഹൃതങ്ങൾ ചെയ്താലും കിട്ടത്തില്ല എന്ത്? ഭക്തി. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? നമുക്ക് നോക്കാം, അല്ലെ? രസഭാവിത മതി എന്ന് പറഞ്ഞാൽ അവബോധം. ഈ ശ്ലോകത്തിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം, അല്ലെ? രസഭാവിത മതി എന്ന് പറഞ്ഞാൽ അവബോധം, കൃഷ്ണാവബോധം, അല്ലെ? ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ശ്ലോകവും ഇസ്കോണുമായിട്ട് വളരെ വലിയ ഒരു ബന്ധമുണ്ട്. അതായത്
ശീല പ്രഭുപാദ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് നമ്മുടെ അസോസിയേഷന് പേരിടാനുള്ള കാരണം, ഓർഗനൈസേഷനിൽ പേരിടാനുള്ള കാരണം ഈ ശ്ലോകമാണ്. കൃഷ്ണ ഭക്തി രസഭാവിതാമതി. രസഭാവിതാമതി എന്ന് പറഞ്ഞാല് അവബോധം, കൃഷ്ണ അവബോധം, അല്ലെ, ഭഗവാനോടുള്ള അവബോധം, ഭഗവാനെ കുറിച്ചിട്ടുള്ള അവബോധം. അതുകൊണ്ടാണ് കൃഷ്ണ അവബോധ സമിതി, അന്തർദേശീയ, അല്ലെ, എന്താണ് കൃഷ്ണാവബോധ സമിതി എന്നല്ല പേര്. ഇതിൽ നിന്നാണ് കിട്ടിയത്, ഇതിൽ നിന്നാണ് അദ്ദേഹം ആ വാക്കെടുത്തിരിക്കുന്നത്. രസഭാവിതാമതി എന്ന് പറഞ്ഞാൽ അവബോധം, കൃഷ്ണാവബോധം. പ്രഭുപാദര് ശീല ആ, ആ, രൂപഗോസ്വാമിയുടെ ഈ ശ്ലോകത്തിൽ നിന്നാണ് ഇന്റർനാഷണൽ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന ഇസ്കോണിന് പേരിട്ടത്. അപ്പം കൃഷ്ണഭക്തി രസഭാവിതാമതി, കൃഷ്ണാവബോധം, അല്ലെ. കൃഷ്ണഭക്തി എവിടെ കിട്ടിയാലും നാം അത് വളരെ പെട്ടെന്ന് എന്താണ് വാങ്ങിക്കണമെന്നാണ് പറയുന്നത്. എവിടെ ലഭ്യമാണോ അവിടെ നിന്ന് ചാടി വീണേക്കണം, വീണിട്ട് അത് മതിയാവോളം നേടിക്കോണം, അല്ലെ. അതാണ് കൃഷ്ണഭക്തി. ഇവിടെ എന്താ പറഞ്ഞത്? ജന്മകോടി സുഹൃതേ ന ലഭ്യതേ. ഇനി എത്ര കോടി ജന്മങ്ങളില് നമ്മൾ കുറെ സുഹൃതങ്ങൾ, എത്ര കോടി സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിലും അത് അങ്ങനെയൊന്നും കിട്ടുന്നതല്ല. എന്ത്? കൃഷ്ണഭക്തി. ആ അപ്പൊ നോക്കിയോണം നമ്മൾ എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഈ സത്സംഗത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരും എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാണെന്നും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എങ്ങനെ വേർതിട്ട് നിൽക്കുന്നു നമ്മൾ മനസ്സിലാക്കിക്കോണം. നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോഴും കിടന്നുറങ്ങുന്ന എത്ര പേരുണ്ട്? അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ അറിയാൻ പറ്റും, അല്ലെ. അവരിപ്പോഴും കിടന്നുറങ്ങുകയാണ്. ഇനി ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് വേണം എല്ലാത്തിനും തട്ടി ഉണക്കാൻ. കാര്യം എന്താണ്? അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, ആർക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലാത്തവർ, ആ രുചി കിട്ടാത്തവർ. കാര്യം അവർ ഇനിയും കോടാനുകോടി ജന്മങ്ങൾ എടുത്തിട്ട് വേണം കിട്ടാനായിട്ട്, അല്ലേ. പക്ഷെ നമ്മളെ കൊണ്ട് അവർക്ക് ഒരുപാട് ഉപയോഗം വരും, അത് കാര്യം വേറെ. ഉം ഒരു കുടുംബത്തിലെ ഒരാള്, ഒരു വീട്ടിൽ ഒരാള് കൃഷ്ണഭക്തിയിൽ വന്നു കഴിഞ്ഞാല് ബാക്കി എല്ലാം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെ. 7 തലമുറ മുകളിലോട്ട്, 7 തലമുറ താഴോട്ട്, അത് കാര്യം വേറെ. പക്ഷെ എന്നാൽ പോലും അവർക്ക് ഈ ജന്മത്തിൽ ഇതുവരെയും അവർക്ക് രസം വന്നിട്ടില്ല, ടേസ്റ്റ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ കിടന്നുറങ്ങുന്നത്, അല്ലെ. അതുകൊണ്ടാണ് എന്താണ് ആചാര്യൻ പറഞ്ഞു, ജീവ് ജാഗോ, ജീവ് ജാഗോ. എനിക്കു നിങ്ങൾ ഉറങ്ങല്ലേ, ഇനി ഉറങ്ങി മതി ഇനി എണീക്കാനായിട്ട്, അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? രൂപഗോസ്വാമി എന്താ പറഞ്ഞത്? രസഭാവിത മതി എന്ന് പറഞ്ഞാൽ അവബോധം, അല്ലെ. കൃഷ്ണഭക്തി രസഭാവിത മതി, കൃഷ്ണാവബോധം. കൃഷ്ണഭക്തി എവിടെ കിട്ടിയാലും നമ്മള് അത് ആവോളം ആസ്വദിച്ചോണം, ആവോളം നേടിക്കോണം, അല്ലെ. എവിടെ കിട്ടിയാലും കളയരുത് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു സേവ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയാൽ, അല്ലെ, ചാടി വീണോണം, അല്ലെ. മാക്സിമം അത് ഉപയോഗിക്കാൻ ശ്രമിക്കണം. കാര്യം അത് എപ്പോഴും കിട്ടുന്നതല്ല, എല്ലാവർക്കും കിട്ടുന്നതല്ല. ജന്മകോടി സുഹൃത എന്ന ലഭ്യതേ, പ്രിയതാമഭി കുതോപ്പി ലഭ്യത. എവിടെ കിട്ടിയാലും അതിനുവേണ്ടി നമ്മൾ എന്തു വിലയും കൊടുത്ത് അത് വാങ്ങണം എന്നാണ് ശ്രീ രൂപഗോസ്വാമി പറയുന്നത്. അവരൊക്കെ ഭഗവാനെ കണ്ടറിയുന്നവരാണ്, കണ്ടിട്ടുള്ളവരാണ്. അവരൊക്കെ പറയുന്നതില് ഒരുപാട് സത്യമുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് ആവിഷ്കരിച്ചാലും മതി, അല്ലെങ്കിൽ അതങ്ങോട്ട് എടുത്താലും മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്താ പറയുന്നത് അതുപോലെ, അല്ലെ. പ്രിയതാമഭി ഋതോപി ലഭ്യത. എവിടെ കിട്ടിയാലും അതിനുവേണ്ടി നമ്മൾ എന്തു വില കൊടുത്തും അത് നേടിക്കണമെന്നാണ് പറയുന്നത്, അല്ലെ. തത്ര ലോഭ്യം അഭിമൂല്യമേകം. മൂല്യം ഏകം. ഏകം എന്ന് പറഞ്ഞാല്, അല്ലെ, ഒരു വില മാത്രമേ കൊടുക്കേണ്ടി. അതെന്താണ്? നമ്മൾ അത്രയും അത്യാഗ്രഹിയായിരിക്കണം. തത്ര ലോല്യം, ലോല്യം, അല്ലെ. കൃഷ്ണപ്രേമത്തിനുള്ള ആഗ്രഹം, അടങ്ങാത്ത ആഗ്രഹം, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. മൂല്യം ഏകം. ഒരു മൂല്യം മാത്രം കൊടുത്താൽ മതി. എന്താണ്? നമ്മുടെ താല്പര്യം. നമുക്ക് ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം എന്നുള്ളൊരു ആഗ്രഹം. ആ ആഗ്രഹമാണ് നമുക്ക് വേണ്ടത്. പുത്രലൂല്യം, അല്ലെ. അഭിമൂല്യമേകം, അല്ലെ. ഏകം, അല്ലെ. ഒരു വില മാത്രമേ കൊടുക്കേണ്ട. നമ്മൾ വേറെ ഒന്നും കൊടുക്കണ്ട. 1 കോടി രൂപയൊന്നും കൊടുക്കണ്ട, 1 ലക്ഷം രൂപയൊന്നും കൊടുക്കണ്ട, 10 പൈസയും കൊടുക്കണ്ട. പിന്നെ വേണം നമുക്ക് എന്ത് വേണം? നമുക്ക് ആ ആത്മാർത്ഥമായിട്ടുള്ള ഒരു താല്പര്യം, ആഗ്രഹം. എനിക്ക് ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം, അല്ലെ. നമുക്ക് ഒരു ഗുലാബ് ജാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഒരെണ്ണം കൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന്, അല്ലെ. ആ രണ്ടാമത്തതും കൂടെ കിട്ടുമ്പോ ഒന്നും കൂടെ കിട്ടിയാൽ കൊള്ളായിരുന്നു, അല്ലെ, എന്ന് പറയത്തില്ലേ. അതുപോലെ ആയിരിക്കണം ഗുലാബ് ജാം കഴിക്കാനുള്ള താല്പര്യം പോലെ ആയിരിക്കണം നമുക്ക് ഭഗവാന്റെ ഭക്തി കിട്ടാനുള്ള താല്പര്യം, അല്ലെ. ഭഗവാന്റെ പ്രേമം കിട്ടാനുള്ള താല്പര്യം. ത്രൈലോല്യം അഭിമൂല്യം ഏകം, അല്ലെ. അപ്പൊ ആ ഒരൊറ്റ കാര്യം മാത്രം മതി, അല്ലെ. കൃഷ്ണപ്രേമത്തിനുള്ള ആഗ്രഹം.
അടങ്ങാത്ത ആഗ്രഹം, അതാണ് നമ്മൾ കൊടുക്കേണ്ടത് മൂല്യം. അല്ലേ? അത് മാത്രം കൊടുത്താൽ മതി. ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷെ എല്ലാവർക്കും കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. ഭഗവാൻ ചിലർക്ക് മാത്രമേ അത് കൊടുക്കത്തുള്ളൂ. അല്ലേ? ജന്മ കോടി സുഹൃതേ ന ലഭ്യതേ. കോടിക്കണക്കിന് ജന്മങ്ങളുടെ സുഹൃതം ഉണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിൽ പോലും അത് ലഭിക്കണമെന്ന് ഇല്ല. അല്ലേ? അത് ഒരിക്കലും ലഭിക്കത്തില്ല. ന ലഭ്യത എന്നാണ് അവിടെ പറയുന്നത്. ജന്മ കോടി കോടി ജന്മങ്ങൾ സുഹൃതം ചെയ്താലും ന ലഭ്യത കിട്ടത്തില്ല. എന്ത്? ഭഗവാന്റെ ഭക്തി, കൃഷ്ണഭക്തി. അല്ലെ? അപ്പൊ ഈ കൃഷ്ണാബോധം ഉം, അത്രയ്ക്കും വിരളമായിട്ടാണ് ലഭിക്കുന്നത്. ന ലഭ്യത. ഒരു മനുഷ്യ ശരീരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ വിരളമാണ്. ആ മനുഷ്യ ശരീരത്തില് കൃഷ്ണാബോധം കിട്ടുക എന്ന്, കൃഷ്ണഭക്തി കിട്ടുക എന്ന് പറയുന്നത് അതിലും വളരെ വിരളമാണെന്ന് അർത്ഥം. അതിലും പ്രയാസമാണ്. ഇപ്പൊ നമുക്കത് കിട്ടുമ്പോ, ഫ്രീ ആയിട്ടൊക്കെ കിട്ടുമ്പോ, അല്ലെ, നമുക്കതിന്റെ വില അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയത് സംരക്ഷിച്ചിട്ട് കൂടുതൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം വേണം ചെയ്യാനായിട്ട്. അതിനുവേണ്ടി എന്താണ് വേണ്ടത്? ശ്രമ ഏവഹിക്കാണ്. നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി. ആ മനസ്സ് മതി. ആ മനസ്സിങ്ങനെ തുറന്നു വെച്ചിരുന്നാൽ മതി. എനിക്ക് എന്ത് ചെയ്യാനാണ് പറ്റുക? ഭഗവാന് വേണ്ടി എന്ത് ചെയ്യാനാണ് പറ്റുക? ഇനി എന്ത് സേവയാണ് ഞാൻ ചെയ്യേണ്ടത്? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നായിരിക്കണം എപ്പോഴും എപ്പോഴും ആലോചിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യാരേക്കോ താരേക്കോ കൃഷ്ണ ഉപദേശ്. ആരെ കണ്ടാലും നമ്മൾ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അവിടെ സേവയാണ് ചെയ്യുന്നത്. അല്ലെ? ഹരേകൃഷ്ണ മഹാമന്ത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവരുടെ സേവയാണ് ചെയ്യുന്നത്. ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യണം. ഭഗവാനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. അതൊക്കെ ഭഗവാന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലെ? അപ്പൊ എത്ര ജപിച്ചാലും മതിയാവരുത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭക്തി കിട്ടത്തുള്ളൂ. അല്ലേ? ഭയങ്കര ശാസ്ത്രമാണ്, ഭയങ്കര ശാസ്ത്രമാണ്. എല്ലാവർക്കും അത് മനസ്സിലാവില്ല. അല്ലേ? അപ്പോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കാമക്രോധ ലോഭം എല്ലാം ഭഗവാൻ കൃഷ്ണന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കും. നമ്മൾ അത് വേണം ചിന്തിക്കാൻ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അത് ഞാൻ എങ്ങനെ ഭഗവാന്റെ സേവയിൽ ഉപയോഗിക്കണം ആലോചിക്കണം. അല്ലേ? എനിക്ക് കുറച്ച് അത്യാഗ്രഹം വരുന്നുണ്ട്, അത് ഞാൻ എങ്ങനെ ഭഗവാന്റെ സേവയിൽ ഉപയോഗിക്കും എന്ന് വേണം ചിന്തിക്കാനായിട്ട്. അല്ലേ? നമ്മൾ ഏത് ലെവലിൽ പോകുന്നറിയാം. ഉം. നമുക്ക് ഒന്നിനും ഒരു റെസ്ട്രിക്ഷൻ വരത്തില്ല. ഒന്നിനും ഒരു മടി വരത്തില്ല. ആരോഗ്യത്തിന് ഒരു കുഴപ്പം വരില്ല. ഇനി എത്ര പ്രശ്നം, ആരോഗ്യം മോശമായിട്ട് കിടന്നു കഴിഞ്ഞാലും ഭഗവാന്റെ സേവ ചെയ്ത് നോക്കും, ഇതൊക്കെ എവിടെ പോയെന്ന് അറിയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ അതിലിങ്ങനെ മുഴുകിയിരിക്കണമെന്നാണ്, സേവോന്മുഖമായിട്ടിരിക്കണം. അപ്പോ നമ്മുടെ അസുഖങ്ങളൊന്നും നമ്മൾ അറിയത്തില്ല. മുട്ടുവേദന നമ്മൾ കണ്ടിട്ട് കുറെ കാലമായി. കാര്യം എന്താണ്? നമുക്ക് അതൊന്നും ആലോചിക്കേണ്ട സമയമില്ല. നമുക്ക് ഭഗവാനെ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കുക, അപ്പൊ അറിയാൻ പറ്റും അതിന്റെ വ്യത്യാസം എന്താണ്. അല്ലെ? ഇനി എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും അതെല്ലാം ഒളിച്ചോടി പോകും. നമ്മളെ അസുഖങ്ങള്, നമ്മളെ വിഷമങ്ങളെല്ലാം, ബുദ്ധിമുട്ടുകളെല്ലാം, അല്ലെ? എല്ലാവർക്കും കാലിന്റെ ബുദ്ധിമുട്ടും നടുവേദനയും കൈവേദനയും ചുമയും പനിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയത്തില്ല. കുറെ കാലം എന്റെ മുട്ടിലൊരു വേദന ഉണ്ടാകും, അതോടെ പോയി. നമ്മൾ ആലോചിക്കും. കാര്യം എന്താണ്? നമുക്ക് അത് ആലോചിക്കേണ്ട സമയം കിട്ടില്ല. നമ്മൾ ഭഗവാന്റെ സേവയിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് സ്വാഭാവികമായിട്ടും ഭഗവാൻ അതിനുള്ളിൽ കളയും. എന്താണ്? എന്റെ കുഞ്ഞ് എനിക്ക് വേണ്ടി സേവ ചെയ്യണം, അതിനിടയിൽ നിനക്ക് മുട്ടുവേദനിക്കാൻ ഒരാളെന്ന് പറയും മുട്ടിനോട്. അല്ലേ? അതാണ് അവിടെ നടക്കുന്നത്. ചൈതന്യ മഹാപ്രഭു 71 മണിക്കൂറാണ് തുടർച്ചയായിട്ട് കീർത്തനവും ഡാൻസും ചെയ്തത്. കീർത്തനം ആലാപിക്കുകയും, അല്ലെ, നൃത്തമാടുകയും ചെയ്തു. ഭ്രാന്തന്മാരെ പോലെ. അല്ലെ? കണ്ടു കഴിഞ്ഞാൽ എന്തോ വട്ടാണെന്ന് തോന്നും. ഭ്രാന്തൻ പോലെയാണ് അദ്ദേഹം ചാടി ചാടി നൃത്തം ചെയ്തത്. അതായിരിക്കണം, അത് ഒരു ഭക്തന്റെ വിപ്രലംബ ഭാവമാണ്. ആ ഭാവമാണ് നമുക്ക് കാണിച്ചത്. അതുപോലെ ആയിരിക്കണം നമ്മൾ. അല്ലെ? പരിസരം മറന്നിട്ടായിരിക്കണം നമ്മള് ഭഗവാന്റെ സേവ ചെയ്യാനായിട്ട്, ഭഗവാന്റെ നാമം ചൊല്ലാനായിട്ട്. അദ്ദേഹം 71 മണിക്കൂറാണ് തുടർച്ചയായിട്ട് ഡാൻസ് ചെയ്തത്. നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? നമുക്കും പറ്റും. നമ്മൾ ആ മൂഡിൽ എത്തിക്കഴിഞ്ഞാൽ, ആ പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കും പറ്റും. ഒരു വിഷമവും ഇല്ല. ആഹാരമൊന്നും കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഊർജം അല്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഭഗവാൻ തന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം തരുന്നത് ഭഗവാനല്ലേ? അല്ലെ? അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം, ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളല്ലേ, കാമക്രോധ ലോഭം എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാന്റെ സേവയിലേക്ക് ഉപയോഗിക്കും. പക്ഷേ ഈ കാമക്രോധ ലോഭ മത മാത്സര്യം, അതില് ഒരു കാര്യം നമുക്ക് ഭഗവാന്റെ സേവയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതേതാണെന്ന് അറിയാമോ? അസൂയ. അല്ലേ? അസൂയ മാത്രം ഭഗവാന്റെ സേവനത്തില് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് അസൂയ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പൊത്തവന് താഴെ പോകുന്നത്. അവിടെ ഇരുന്ന് വളരെ വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു. ഇതിനിടയിൽ നമ്മുടെ മനസ്സിൽ എവിടെയോ ഒരു ഇച്ചിരി അസൂയ. എന്താണ് ഭഗവാന് മാത്രം ഇങ്ങനെ എല്ലാ സുഖവും കൊടുക്കുന്നത്?
ഭഗവാൻ മാത്രം സുഖം മതിയോ, എനിക്കും സുഖിക്കണ്ടേ എന്നൊരു ചിന്ത എപ്പോഴോ നമ്മുടെ മനസ്സിൽ, ആ വൃത്തികെട്ട ചിന്ത, ആ ദുഷ്ടചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴോ കയറി തപോന്ന് താഴെ പോകുന്നു. ഇവിടെ എന്നാ പിന്നെ നീ അവിടെ ഭൂമിയിൽ പോയാലും നിനക്ക് അവിടെ രാജാവായിട്ട് കഴിയാം, നീ അവിടെ പോയി കഴിഞ്ഞോളൂ, നിനക്ക് എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ നമ്മളെ താഴോട്ട് വിടുകയാണ് ചെയ്യുന്നത്. മനസ്സിലല്ലേ? അപ്പൊ അതാണ് അസൂയ. അപ്പോ ഒരു തിഞ്ച് അസൂയ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാനും പറ്റില്ല. കാരണം ഗോലോക വൃന്ദാവനത്തിനകത്ത് അസൂയയ്ക്ക് പ്രവേശനമില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവിടെ ഗേറ്റിൽ ആൾക്കാർ നിൽപ്പുണ്ട്, അവർ നോക്കും അസൂയ ഉണ്ടോന്ന്. ഇങ്ങനെ അവർക്ക് അടിച്ചു നോക്കി അറിയാൻ പറ്റും, അല്ലേ? എന്തെങ്കിലും ഒരു അല്പം അസൂയ ഉണ്ടെങ്കിൽ ദേ പറയും നോ എൻട്രി, ഗോ ബാക്ക്. അപ്പോ അതാണ് നമ്മുടെ എന്താണ് ക്വാളിഫിക്കേഷൻ, എന്തിന്? തിരിച്ച് ഗോലോക വൃന്ദാവനത്തിലേക്ക് കയറാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? അസൂയയെ പാടില്ല, ഇല്ലേ? അപ്പൊ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം അതിനി എപ്പം നടക്കുമെന്ന്. മനസ്സ് മുഴുവൻ അസൂയാണ്, അതെങ്ങനെ കളയണം, അല്ലേ? നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ, ഭഗവാന്റെ സേവയിൽ മുഴുകി കഴിഞ്ഞാൽ നമ്മൾ ഈ അസൂയയൊക്കെ മാറി, അല്ലെ? അപ്പൊ ഈ ഒരൊറ്റ കാര്യം, ഈ അസൂയ മാത്രം ഭഗവാന്റെ സേവയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഭഗവാനോടുള്ള അസൂയ തോന്നിയത് കൊണ്ടാണ് നമ്മളെ ഭൂമിയിലോട്ട് തള്ളിയിട്ട്. അവിടെ എല്ലാവർക്കും ഈശ്വരനായിരിക്കും, എവിടെ? ഈ ഭൂമിയിൽ എല്ലാവരും ഈശ്വരനായിട്ടിരിക്കുകയാണ്, അല്ലെ? പക്ഷേ ആത്മീയ ലോകത്തിൽ ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ആരും തന്നെ ഭഗവാൻ കൃഷ്ണന് തുല്യവുമല്ല, ആരും തന്നെ ഭഗവാൻ കൃഷ്ണന് മുകളിലും. അതാണ് ഈ എന്താണ് ഭൗതിക ലോകവും ആത്മീയ ലോകവും തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? ഓക്കെ. അതുകൊണ്ട് നമുക്ക് അല്പമെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ തിരികെ ആത്മീയ ലോകത്തിലേക്ക് പോകാൻ കഴിയില്ല. കൃഷ്ണനോ കൃഷ്ണനോടാകട്ടെ ഭക്തന്മാരോടാകട്ടെ നമ്മൾ അസൂയ പാടില്ല. കൃഷ്ണനോട് ഭഗവാനോട് മാത്രമല്ല, പിന്നെയോ നമ്മൾക്ക് നമ്മുടെ എന്താണ് കൂടെയുള്ള ഭക്തന്മാരോട് പോലും നമുക്ക് അസൂയ പാടില്ല. വന്നാൽ തീർന്നു, നമ്മളെ കാര്യം പോക്കായി, കൊട്ട പുകയായി. അപ്പൊ അതില് മൂന്നാമത്തെ അധ്യായത്തിൽ എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ശ്രീ ഭഗവാൻ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? കാമയേശ ക്രോധ ഏശ രജോ ഗുണ സമുദ്ഭവ, അല്ലെ? മഹാശനോ മഹാപാപ, അല്ലെ? വിദ്ധി ഏനം ഇഹ വൈരിണം. വൈരിണം, വൈരി എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രുക്കളാണ്. ആരാണ് ഈ ശത്രുക്കള്? കാമവും ക്രോധവും, അല്ലെ? കാമയേശ ക്രോധയേശ, അല്ലെ? അതെല്ലാം നമ്മൾ നശിപ്പിക്കണം, അല്ലെ? നമ്മളെ മാത്രമല്ല നശിപ്പിക്കാൻ പോകുന്നത്, അല്ലെ? നമ്മൾ നശിച്ചു പോകും. നമ്മളെ മാത്രമല്ല, പിന്നെ നമ്മളെ ചുറ്റുമുള്ള എല്ലാവരും കൂടെ നശിച്ചു പോകും. അത്രയും, അതാണ് സമുദ്ഭവം എന്ന് പറയുന്നത്, അല്ലെ? അത്രയും ദോഷമാണ് ഈ കാമക്രോധം എന്ന് പറയുന്നത്. എല്ലാരെയും നശിപ്പിക്കും. നമ്മളിപ്പോ ഈ രാജ്യങ്ങളിലൊക്കെ കാണുന്ന എന്താണ്? അത് തന്നെയാണ് കാമക്രോധം. ഉം. മഹാശനു, മഹാശത്രുവാണ് ഈ ശ്ലോകം പറയുന്നത്, അല്ലെ? മഹാപാപമാണ്, അല്ലെ? രണ്ടാമത്തെ അധ്യായത്തിലും എന്താണ് ഭഗവാൻ പറയുന്നത്? ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു വിജായതേ സംഘാൽ സഞ്ചായതേ കാമ. ഇവിടെ വീണ്ടും പറയുന്നുണ്ട് കാമാ ക്രോധ വിജായത, അല്ലെ? ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് അവയിൽ ആസക്തി ഉണ്ടാകും. അപ്പൊ എപ്പോഴും ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അവർക്ക് എപ്പോഴും അതിലിങ്ങനെ ആസക്തി ഉണ്ടായിക്കൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട്. ആ ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്ന് ക്രോധവും ഉളവാണ്, അല്ലേ? ഇപ്പൊ കാമം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും, അതിൽ നിന്ന് ക്രോധവും ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ ഒരുപാട് എന്താണ് ക്രൂരതകൾ നടക്കുന്നത്, ഈ ഒറ്റ കാരണം കൊണ്ട്. ഈ ശ്ലോകമാണ് അതിന്റെ കാരണം, ഈ ശ്ലോകമാണ്. എന്താണ്? നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മറ്റു പല പല ഉപാധികളും അല്ലെങ്കിൽ പല വഴികളും നോക്കും, കൊന്നുകളയും ആൾക്കാരെ, അല്ലേ? ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അതാണ്, അത് ഈ ശ്ലോകമാണ്, അല്ലെ? അത് വളരെ കറക്റ്റായിട്ട് അവിടെ പറയുന്നുണ്ട്. പിന്നെയോ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ക്രോധാത്ഭവതി സമൂഹ സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ. എന്താണ്? ബുദ്ധിനാശാത് പ്രണശ്യതി, അല്ലെ? ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ മൃഗമാണ്, അല്ലെ? മൃഗത്തിന് തുല്യം പോലെ ആയിപ്പോകും നമ്മൾ. കാര്യം എന്താണ്? ബുദ്ധിയില്ല. മൃഗത്തിന് എന്താണ്? ബുദ്ധിയില്ല. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഉള്ള കോപ്രായങ്ങളെ കാണിച്ചു വയ്ക്കുന്നത്, അല്ലെ? നമുക്ക് തോന്നും ഇത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അറിയത്തില്ല, അല്ലെ? ഈ മലം പൊട്ടുന്ന ആനകൾ എന്താ ചെയ്യുക? കണ്ണി കാണുന്നതൊക്കെ വലിച്ചെറിയും, കണ്ണി കാണുന്നതൊക്കെ കുത്തിക്കീറും, അല്ലേ? ആൾക്കാരെയൊക്കെ തല്ലിക്കൊല്ലും. ഇതൊക്കെ ചെയ്യും. കാര്യം എന്താണ്? ഇത് മൃഗമായതുകൊണ്ടാണ്.
അപ്പൊ നമ്മളും ആ അവസ്ഥയിൽ എത്തിച്ചേരുന്ന അർത്ഥം. എന്ത്? ക്രോധത്തിൽ നിന്ന് സമൂഹവും, അതിൽ നിന്ന് ഓർമ്മപ്പിഴയും, ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ട്. ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു. കണ്ടോ? വീണ്ടും എവിടെ ചെന്ന് വീണു? ആ കയത്തിലേക്ക് വീണു, അല്ലെ? വീണ്ടും അടുത്ത ജന്മം, അടുത്ത ജന്മം, അടുത്ത ജന്മം, ഇങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ സർക്കിളിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെ? ആ സർക്കിളിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭക്തനെ കണ്ടുപിടിക്കണം, അല്ലെ? ഒരു ഭക്തനെ എന്നാണോ കണ്ടുമുട്ടുന്നത് അന്നാണ് ആ സർക്കിളിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുന്നത്, അല്ലെ? അപ്പോ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ എത്ര ജന്മം സുഹൃതം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഭഗവാന്റെ ഭക്തി കിട്ടണമെന്നില്ല, വളരെ വിരളമാണ്, അല്ലെ? അത്രയും ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ എന്നർത്ഥം. അത്രയും ആത്മാർത്ഥമായിട്ട്, അല്ലെ, പ്രവർത്തിച്ചവർക്ക് മാത്രമേ, ഭഗവാനെ സേവിച്ചവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ എന്നർത്ഥം, അല്ലെ? ഇപ്പൊ നമ്മള് ബുദ്ധി നശിച്ച് മൃഗങ്ങളെ പോലെയാവും. ഭക്തിവിനോദ് ഠാക്കൂർ പാടുന്നുണ്ട്, എന്താണ്? ആ, Chaya bega tumi, chaya bega tumi, chaya dosha shodhi, chaya guna dehu dase, chaya satsanga, chaya satsanga, deho hi amara, boshe ji sangare ashe, chaya satsanga, deho hi amara, boshe ji sange vashe. കേട്ടിട്ടുണ്ടോ അത്? അല്ലേ? ഇവിടെ എന്താ ഇതാണ് ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നത്. ഓ ഹേ വൈഷ്ണവ ഠാക്കൂറ എന്ന് തുടങ്ങുന്ന പാട്ടാണ്, എന്ന് പറയുന്ന ശ്ലോകമാണ്, അല്ലെ? അതില് അദ്ദേഹം പറയുന്നത് എന്താണ്? എന്റെ 6 വികാരങ്ങളെ നിയന്ത്രിക്കാൻ എന്നെ പഠിപ്പിക്കണേ എന്നാണ്, എന്നെ സഹായിക്കണേ ഭഗവാനെ. ചയ ബേഗധൂമി, ചയ ചയ ബേഗധൂമി, 6, അല്ലെ? 6 വികാരങ്ങളെ നിയന്ത്രിക്കാൻ എന്നെ പഠിപ്പിക്കണേ, എന്നെ സഹായിക്കണേ. എന്റെ 6 തെറ്റുകൾ തിരുത്താൻ എന്നെ എന്നെ അനുവദിക്കണേ, അല്ലെ? തിരുത്താനായിട്ട് എന്നെ പഠിപ്പിക്കണേ, എന്നെ അനുവദിക്കണേ. 6 ഗുണങ്ങൾ എനിക്ക് നൽകണേ, അല്ലെ? 6 തരത്തിലുള്ള വിശുദ്ധ സഹവാസം എനിക്ക് സമർപ്പിക്കണേ എന്നാണ് അവിടെ ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നത്, അല്ലെ? ഇപ്പൊ എല്ലാരും വിചാരിക്കും ആ 6 ഏതാണ്? അത് ഉപദേശാമൃതത്തിലുണ്ട്. ഉപദേശാമൃതം പഠിച്ച ഭക്തിശാസ്ത്രികർക്കൊക്കെ അത് അറിയാൻ പറ്റും. ഞാൻ അവർക്ക് വേണ്ടി അത് വായിക്കാം. നമുക്ക് ഉള്ള കുഴപ്പങ്ങളാണ് സംസാരിക്കുന്നതിനുള്ള ത്വര, അല്ലെ? ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, സംസാരിക്കാൻ തുടങ്ങിയ നിയന്ത്രണമോ ഇല്ലാതെ സംസാരിച്ചോളെ, അല്ലെ? ഇവിടെ ജയശാസ്ത്ര പ്രഭു ഇവിടുത്തെ ഒരാളിനെ കുറിച്ചിട്ട് പറഞ്ഞത്, റോങ് നമ്പർ ആണെങ്കിലും 2 മണിക്കൂർ സംസാരിക്കണം, അപ്പൊ ശരിക്കുള്ള നമ്പർ ആണെങ്കിൽ എത്ര മണിക്കൂർ സംസാരിക്കും, അല്ലെ? അപ്പൊ ചിലർക്ക് അങ്ങനെയുള്ള ഒരു ത്വരയുണ്ട്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഭഗവാന്റെ കാര്യമല്ല, വേറെന്തൊക്കെയാണ് സംസാരിക്കണം, അല്ലെ? സംസാരിക്കുന്നതിനുള്ള ത്വരയെയും, മനസ്സിന്റെ വിവിധ അഭിലാഷങ്ങളെയും, കോപത്തിന്റെ പ്രവർത്തനങ്ങളെയും, നാവിന്റെ ത്വരകളെയും, അല്ലെ, ഉദരത്തിന്റെ ഉദരത്തിന്റെയും ഉൽപാദനത്തിന്റെയും ത്വരകളെയും സഹിക്കുവാൻ കഴിവുള്ളവർ ധീരനാണ്. അപ്പൊ ഇതെല്ലാം മാറ്റിത്തരണമെന്നാണ് ഇവിടെ എന്താണ് ഭക്തി വിനോദ് ഠാക്കൂർ പറയുന്നത്, അല്ലെ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത് നമുക്ക് ഞാൻ പെട്ടെന്നൊന്ന് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഇത് കണ്ടിട്ടില്ലാത്തവർ. പിന്നെ ഉള്ളത് പറയുന്നത് വെച്ചാല് 6 പറയുന്നത്, അല്ലെ? അപ്പൊ ഒന്ന്, ആവശ്യത്തിലധികം ഭക്ഷിക്കുക, അത്യാഹാര പ്രയാസശ്ച എന്ന് തുടങ്ങുന്ന ശ്ലോകം. ആവശ്യത്തിലധികം ഭക്ഷിക്കുക. ആൾക്കാരെ കണ്ടിട്ടില്ലേ, വയറൊക്കെ ഇങ്ങനെ പോലെ നടക്കണം, അല്ലേ? ഭക്ഷിക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിലധികം സമ്പാദിക്കുക, രണ്ടും വരും. ആവശ്യത്തിലധികം സമ്പാദിക്കുക, അതൊരു ഒരു ഒരു ദോഷം. പിന്നെ രണ്ടാമത്തത് എന്താണ്? ദുർലഭങ്ങളായ തുച്ഛ വസ്തുക്കൾ ലഭിക്കുന്നതിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കുക, അല്ലേ? നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു മാരുതി 800 വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട്. ആ സ്ഥലത്ത് നമ്മൾ മെർസിഡീസ് ബെൻസ് വാങ്ങിക്കണമെന്ന് താല്പര്യം തോന്നിയാൽ നമ്മൾ എത്ര കാലം വർക്ക് ചെയ്യണമെന്ന് അറിയാം. 1 കോടി രൂപ ഉണ്ടാക്കേണ്ടി വരും. ഇത് ആകുമ്പോൾ ഒരു 3 ലക്ഷം രൂപ മതിയായിരുന്നു. 1 കോടി രൂപയുടെ കിടക്കുന്നു 3 ലക്ഷം. അപ്പൊ അത് വാങ്ങണമെങ്കിൽ നമ്മൾ അത്രയ്ക്കും അധ്വാനിക്കണം, അല്ലെ? രാവും പകലും ഒക്കെ നമ്മൾ അതിന്റെ പുറകെ നടക്കും. എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് ആലോചിക്കട്ടെ. അപ്പൊ അതാണ് പറയുന്നത്, ആവശ്യത്തിലധികം ഭക്ഷിക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിലധികം സമ്പാദിക്കുക. ദുർലഭങ്ങളായ തുച്ഛ വസ്തുക്കൾ ലഭിക്കുന്നതിന് വേണ്ടി കൂടുതലായി അധ്വാനിക്കുക. ഈ മെർസിഡീസ് ബെൻസ് മേടിച്ചു കഴിഞ്ഞാൽ 1, 2, 3 മാസം അതിന്റെ ഒരു വലിയ സന്തോഷമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതും ഒരു തലവേദനയായി മാറും. 1 കോടി രൂപ മേടിച്ച സാധനം,
അല്ലേ? ലഭിക്കുന്നതിന് വേണ്ടി കൂടുതലായി അധ്വാനിക്കുക. ഗൗരവമില്ലാത്ത ലൗകിക വിഷയങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാതെ സംസാരിക്കുക. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഇപ്പൊ അങ്ങോട്ട് തുടങ്ങി അവരടുത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും അവർ. ഇവിടെ എന്താ നടന്നതെന്ന് അറിയില്ലേ? ഇവിടെ എന്താ നടന്നതെന്ന് അറിയില്ലേ? അങ്ങനെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ എന്നും പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യം, ഭഗവാനായിട്ട് യാതൊരു ലിങ്കും ഇല്ലാത്ത കാര്യങ്ങളാണ്. അല്ലേ? ഒരു ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിച്ചോളാം. അവർ സംസാരിച്ച നിർത്തില്ല അല്ലേ? അതാ അതൊന്നും. പിന്നെ വൈദിക വിധികളെയും നിയന്ത്രണങ്ങളെയും ആത്മീയ പുരോഗതി ലക്ഷ്യമാക്കാതെ ഒഴിവാക്കുവാൻ നിവൃത്തിയില്ലല്ലോ എന്ന ഒരു തോന്നൽ കൊണ്ട് മാത്രം അനുസരിക്കുക. ആരോടെങ്കിലും നമ്മൾ ചാൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ഓ, ഈ പ്രഭു ഇനിയിപ്പോ നാളെ തൊട്ട് കാണുമ്പോൾ ഇത് ചോദിക്കും എത്ര റൗണ്ട് ജപിച്ചു, അതിനുവേണ്ടി ജപിച്ചേക്കാം, ഒരു 5 റൗണ്ട് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ജപിക്കും, അല്ലേ? അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അഥവാ വൈദിക വിധി നിയന്ത്രണങ്ങളെ വകവയ്ക്കാതെ സ്വേച്ഛാനുസരണം പ്രവർത്തിക്കുന്നു. പിന്നെ 5-മത്തെ എന്താണ്? കൃഷ്ണാബോധത്തിൽ താല്പര്യമില്ലാത്ത വിഷയികളായ ജനങ്ങളുമായി കൂട്ടുചേരുക. ഇതൊക്കെ ഒഴിവാക്കി തരണമെന്ന് കേട്ടോ. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏഹ് അതായത് അഭക്തനുമായി നമ്മൾ ഒരുപാട് കൂട്ടുകൂടരുത്. നമുക്ക് മിങ്കിൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ബിക്കോസ് വി ആർ എ സോഷ്യൽ പേഴ്സൺ, അല്ലെ? നമ്മള് സാമൂഹ്യമായി ബന്ധപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടേണ്ടി വരും. നമുക്ക് വെളിയിറങ്ങി നടക്കാതിരിക്കാൻ പറ്റുമോ? വീട്ടിനകത്ത് കുത്തിയിരിക്കാൻ പറ്റും? ഇല്ല. ഇല്ലേ? അപ്പോ പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒരുപാട് അവരുമായിട്ട് എന്താണ് സമ്പാദിക്കരുത്, അല്ലെങ്കിൽ മിങ്കിൾ ചെയ്തതാണ്. ഇവിടെ എന്താ പറഞ്ഞാൽ കൃഷ്ണാബോധത്തിൽ താല്പര്യമില്ലാത്ത വിഷയികളായ അവരെല്ലാം എന്താണ്? വിഷയികളാണ്. അവരെല്ലാം എന്താണ്? ഭൗതികവാദികളാണ്. ഭൗതികമായിട്ട് എന്ത് നേടാമെന്ന് നോക്കി നടക്കുന്ന ആൾക്കാരാണ്. അവരുമായിട്ട് ജനങ്ങളുമായി കൂട്ടിച്ചേരാതിരിക്കുക. അല്ലെ? അങ്ങനെ ഒരുപാട് അവരോട് കൂട്ടുകൂടേണ്ട ആവശ്യം. ഇപ്പൊ നമ്മൾ അതിലോട്ടായി പോകും. അവർ നമ്മൾ അങ്ങനെ അങ്ങോട്ട് അയക്കളയും. സാധാരണ നേട്ടങ്ങൾക്ക് വേണ്ടി അത്യാർത്തി കാണിക്കുക. അല്ലെ? ഇതെല്ലാമാണ് ഈ 6 എങ്ങനെ ഒഴിവാക്കി തരണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ക്ഷയ ഭേഗ ധ്വമി, ക്ഷയ ദോഷാശോധി. അല്ലെ? ഇനി ക്ഷയ ഗുണ ദേഹദാസി. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതില് 6 പറയുന്നത് എന്താണ്? ഒന്ന്, ഉത്സാഹിയായിരിക്കാം. എന്ത് വേണം? ഉത്സാഹ നിശ്ചയ ധൈര്യ. എന്ത് വേണം? ഭക്തിയിലൊക്കെ ഉയരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണം. എന്താണ്? ഉത്സാഹിയായിരിക്കുക, വിശ്വാസത്തോടെ പ്രയത്നിക്കുക, ക്ഷമയോടെ ഇരിക്കുക, ശ്രവണം, കീർത്തനം, സ്മരണം. അല്ലെ? കേൾക്കുക, കീർത്തനം, കൃഷ്ണനെ സ്മരിക്കുക എന്നിങ്ങനെ നിയമക തത്വങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക. ഭക്തന്മാരല്ലാത്ത ജനങ്ങളുമായി സഹവാസം. വീണ്ടും അവിടെ പറയുന്നു, ഭക്തന്മാരല്ലാത്ത ജനങ്ങളുമായി സഹവാസം ഉപേക്ഷിക്കുക. അല്ലെ? പൂർവ്വ ആചാര്യന്മാരുടെ കാലടികൾ പിന്തുടരുക. അവിടെ പോയി നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്താ ചെയ്തത് അതുപോലെ അങ്ങ് ചെയ്തേക്കുക. അത് മതി. ഓക്കെ. വിശുദ്ധമായ ഭക്തിയുത ഭഗവത് സേവനത്തിന് പൂർണ്ണമായ വിജയം ഉറപ്പുവരുന്ന അങ്ങനെ സംഗതികളാണ്. അല്ലെ? അപ്പൊ ഇതെല്ലാം ആണ് അദ്ദേഹം ചോദിക്കുന്നത്. എനിക്കിതൊക്കെ തരണം. 6 ഗുണങ്ങൾ എനിക്ക് നൽകണം. ഈ ഗുണം ഇതൊക്കെയാണ് പറഞ്ഞില്ലേ? 6 ഗുണങ്ങൾ. അല്ലെ? ഇതൊക്കെയാണ് 6 ഗുണങ്ങൾ. മനസ്സിലായില്ലേ? ഇതിപ്പോ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ല. ഈ ഭക്തി എന്താണ്? ഈ ഉപദേശാമൃതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേട്ടോ. അതിനകത്തുണ്ട് തന്നെ. ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ നോക്കിയാൽ മതി. അല്ലെ? പിന്നെ എന്താണ്? 6 തരത്തിലുള്ള വിശുദ്ധ സഹവാസം. അല്ലെ? അതെന്താണ് 6 തരത്തിലുള്ള വിശുദ്ധ സഹവാസം? വായിക്കാം നമുക്ക്. ഭക്തന്മാർക്ക് ദാനം ചെയ്യുക, പ്രതിഫലമായി ഭക്തന്മാർ നൽകുന്ന എന്തും സന്തോഷപൂർവ്വം സ്വീകരിക്കുക, ഭക്തന്മാരോട് തന്റെ മനസ്സ് തുറന്ന് കാണിക്കുക, ഭഗവാനെ ഏകാന്തമായി സേവിക്കേണ്ടത് എങ്ങനെ എന്ന് ഭക്തന്മാരിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുക, ഭക്തന്മാർ തരുന്ന പ്രസാദത്തെ മാനിച്ച് സ്മരിക്കുക, അല്ലെ സ്വീകരിക്കുക, ഭക്തന്മാരെ പ്രസാദം നൽകി ആദരിക്കുക. ഇങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെ? ഗീവ് ആൻഡ് ടേക്ക്, ഗിഫ്റ്റ് എന്നാണ്. അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്നാണ് ഇവിടെ ആര് പറയുന്നത്? ഭക്തിവിനോദ് ഠാക്കൂർ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അല്ലേ? അപ്പൊ ബാക്കിയുള്ള നിങ്ങൾ സ്വന്തമായിട്ട് നോക്കിയാൽ മതി. ഞാൻ ഇപ്പോ ഉപദേശാമൃതം മുഴുവൻ എടുത്തു കഴിഞ്ഞു. ഉപദേശാമൃതം, അല്ലെ? അപ്പോ ഈ എന്റെ 6 വികാരങ്ങളെ നിയന്ത്രിക്കാൻ എന്നെ പഠിപ്പിക്കണം. എന്റെ 6 തെറ്റുകൾ തിരുത്താനായിട്ട് എന്നെ പഠിപ്പിക്കണം. 6 ഗുണങ്ങൾ എനിക്ക് നൽകണം. അല്ലെ? 6 തരത്തിലുള്ള വിശുദ്ധ സഹവാസം എനിക്ക് സമർപ്പിക്കണം. അല്ലെ? ഇതൊക്കെയാണ് ആര് പറയുന്നത്? ഭക്തിവിനോദ് ഠാക്കൂർ. എത്രയോ ഉയർന്ന ഭക്തനാണ്, അല്ലെ? ഭക്തിവിനോദ് ഠാക്കൂർ എന്ന് പറയും. നമ്മുടെ ആചാര്യന്മാരിൽ ഒരാളാണ്, അല്ലെ? നമ്മുടെ ഗുരുക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഛായ ബേഗ ദോമി, ഛായ ദോഷ ശ്രുതി, ഛായ ഗുണ ദേവോ ദാസേൻ. അല്ലെ? അപ്പൊ നമ്മളൊക്കെ ഏത് ലെവലിലുള്ളവരാണ്? നമ്മുടെയൊക്കെ ലെവലൊന്ന് ആലോചിച്ചു നോക്കും. അല്ലെ? അങ്ങനെ വേണം നമ്മള് ഈ കാമക്രോധ മോഹലോഭങ്ങളെല്ലാം നമ്മൾ ഭഗവാന്റെ സർവീസിലേക്ക് ഉപയോഗിക്കാനായിട്ട്. അല്ലെ? വളരെ എന്താണ് പ്രയാസമാണെന്ന് വെച്ചാൽ പ്രയാസമല്ല, നമുക്ക് എളുപ്പമാണ്. നമുക്ക് എപ്പോ അങ്ങനെ ഒരു ആഗ്രഹം വന്നാലും അത് എങ്ങനെ ഭഗവാന്റെ സേവയിലേക്ക് മാറ്റാം എന്ന് വേണം ചിന്തിക്കാനായിട്ട്. അല്ലെ? ചിലർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ എന്തെല്ലാം സേവകളുണ്ട്.
നമ്മുടെ എന്താണ് ഇതിന്റെ ലീഡർമാരോട് ചോദിച്ചു കഴിഞ്ഞാല് ഏഹ് അവര് ഇഷ്ടംപോലെ സേവനം നമുക്ക് തരും. അതൊക്കെ ചെയ്യാമല്ലോ നമുക്ക്, അല്ലേ? പക്ഷേ ആൾക്കാർക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യാൻ താല്പര്യമില്ല. വേറെ ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളാണ് അവർക്കുള്ളത്. അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ അതെല്ലാം മാറ്റി അതിന് പകരം ഇതവിടെ റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു, അല്ലേ? നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കും, ഒരു വിഷമവും ഇല്ലാതെ, യാതൊരു അങ്കലാപ്പുമില്ലാതെ. അല്ലേ? നമുക്ക് ഓരോ നിമിഷവും എന്താണ് ഇനിയിപ്പോ എന്താ ചെയ്യുക, എന്താ ചെയ്യുക, എന്താ ചെയ്യുക എന്നുള്ള ചിന്തയാണ്. അതെല്ലാം മാറിപ്പോകും നമ്മളെ കയ്യിൽ. എങ്ങനെ ചെയ്താൽ നമ്മൾ ഭഗവാന് വേണ്ടി എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ സർവീസിൽ മാത്രം നമ്മൾ മുഴുകിയിരുന്നു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സും ബുദ്ധിയും എല്ലാം ഭഗവാന്റെ സർവീസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആ അങ്കലാപ്പുകളെല്ലാം ഓടിപ്പോകും. അല്ലേ? ഞാൻ നേരത്തെ അസുഖത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മൾ സേവയിലേക്ക് മുഴുകിക്കഴിഞ്ഞാൽ നമ്മളെ അസുഖങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കില്ല. അതെ, എവിടെയോ മാറിപ്പോകും. പിന്നെ നമ്മൾ തിരിച്ച് രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ്, ഉറങ്ങാൻ ചെന്ന് കിടക്കുമ്പോഴാണ്, അയ്യോ എന്റെ കുറുക്കെ, ഇപ്പോഴാണ് ഈ കുറുക്ക് വരുന്നത്. ഇത് അതുവരെ ഈ മുട്ടൊക്കെ മാറി നിൽക്കുക, എല്ലാ വിഷമങ്ങളും മാറി, നമ്മൾ അറിയത്തില്ല. കാര്യം എന്താണ്? നമുക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ വിഷമങ്ങളൊക്കെ വരുന്നത്. ചിന്തിക്കാനുള്ള സമയം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എല്ലാം ഭഗവാന്റെ സേവയിലേക്ക് മാറ്റണം, അല്ലേ? ചെയ്ത് നോക്കൂ, അപ്പൊ അറിയാൻ പറ്റും. ഒരു ദിവസം ഫുൾ ഭഗവാന്റെ സേവയിൽ ഇങ്ങനെ മുഴുകി. അത് നമ്മളെ വീട്ടിലിരുന്നാൽ പറ്റത്തില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉത്സവം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ വരുമ്പോഴോ, അല്ലേ? ഏഹ് അങ്ങനെയൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ സർവീസിൽ മുഴുകിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ഭഗവാനെ സേവിക്കുക, എങ്ങനെയാണ് എനിക്ക് ഭക്തി കിട്ടുക, എവിടെ നിന്നാണ് എനിക്ക് ഭക്തി കിട്ടുക, ഏത് വഴി കൂടെയാണ് ഭക്തി വരുന്നത്, അതെല്ലാം അല്പം പോലും വിട്ടുപോകാതെ നമ്മളത് സ്വീകരിക്കാൻ ശ്രമിക്കുക. കാര്യം എന്താണ്? എത്ര ജന്മങ്ങൾ പുണ്യം ചെയ്തു കഴിഞ്ഞാലും, അല്ലെ, സുഹൃതം ചെയ്താലും നമുക്ക് കിട്ടാത്ത ഒരേ ഒരു കാര്യമാണ് എന്ത്? കൃഷ്ണഭക്തി. അത് കിട്ടുമ്പോ ആ സോഴ്സിനെ നമ്മൾ അതുപോലെ സ്വീകരിക്കുക. അല്പം പോലും താഴെ പോകാതെ, അമൃതാണത്, അല്പം പോലും താഴെ പോകാതെ സ്വീകരിച്ച്, അല്ലെ, ഭഗവാന്റെ സേവയിലേക്ക് മുഴുകാൻ നോക്കുക. എല്ലാ സാഹചര്യങ്ങളും നമുക്കിവിടെ ഭഗവാൻ തന്നിട്ടുണ്ട്. സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞു ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ തരുന്നുണ്ട്, അല്ലേ? അതില് നമ്മള് മനസ്സോടുകൂടി അതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം സാധിക്കുന്ന കാര്യമാണ്. ഒന്നും നമുക്ക് സാധിക്കാത്ത ഒരൊറ്റ കാര്യവുമില്ല. എല്ലാവരും പറയും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, എന്റെ ഭർത്താവ് എന്നെ സമ്മതിക്കില്ല, എന്റെ ഭാര്യ എന്നെ സമ്മതിക്കില്ല, എന്റെ അമ്മ എന്നെ സമ്മതിക്കില്ല, എന്റെ അച്ഛനെ സമ്മതിക്കില്ല, എന്റെ നാട്ടുകാരെല്ലാവരും എനിക്കെതിരെ എന്നൊക്കെ പറയും. പക്ഷെ ഇതിന്റെ ഇടയിലും നമുക്കത് ചെയ്യാൻ പറ്റും. നാമാചാര്യ ശ്രീ ഹരിദാസ് ഠാക്കൂർ, അദ്ദേഹത്തിനെ കുറിച്ച് ഓർത്താൽ മതി, അല്ലേ? എത്രയോ എന്താണ് മാർക്കറ്റ് പ്ലേസുകളിൽ പോയി ചാട്ടവാറ് കൊണ്ട് അടിച്ചു. ഇനി നീ ഹരിനാമം പറഞ്ഞാൽ ശരിയാക്കുന്നു. അദ്ദേഹം വേണ്ടി ഹരിനാമം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലേ? അദ്ദേഹം നിർത്തിയില്ല. അവസാനം എന്ത് പറ്റി? ഭഗവാൻ തന്നെ വന്നു അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനായിട്ട്. ഭഗവാന്റെ കൈ കൊണ്ട് അദ്ദേഹത്തെ കോരി എടുത്തിട്ടാണ് ബാക്കി കൊണ്ട് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തത്. എത്ര ഭാഗ്യം ചെയ്ത ആത്മാവാണ് നോക്കുന്നത്, അല്ലേ? നമുക്കും ആ ഭാഗ്യം വരും. എങ്ങനെയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ, ആ മനസ്സോടുകൂടി ഭഗവാന്റെ സേവയിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഭാഗ്യം കിട്ടും, അല്ലേ? നമുക്ക് അതിന് ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ട. എന്താണ്? നമ്മള് മനസ്സോടുകൂടി ഏകം, അല്ലെ, ആ മനസ്സ് മാത്രം കൊടുത്താണ്. ഫുൾ മനസ്സ് അതിനായിരിക്കണം. എനിക്ക് എങ്ങനെ ഭഗവാനെ സേവിക്കാൻ പറ്റും, എങ്ങനെ സേവിക്കാൻ പറ്റും, ഞാൻ എന്ത് ചെയ്താലാണ് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പറ്റുക എന്ന് മാത്രം ചിന്തിക്കുക, വേറെ ഒന്നും ചിന്തിക്കരുത്. ഏകം, ഒരേ ഒരു കാര്യം. പൈസയൊന്നും അദ്ദേഹം ചോദിക്കുന്നില്ല, പൈസ ഒന്നും വേണ്ട, പൈസ ഒന്നുമല്ല, അല്ലെ? പക്ഷെ ആ മനസ്സ്, ആ സർവവും എന്താണ്, എല്ലാം ത്യജിച്ചിട്ട് ഭഗവാന് വേണ്ടിയുള്ള ആ ഒരു ആത്മസമർപ്പണം, അതാണ് നമുക്ക് വേണ്ടത്, അല്ലെ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഇതെല്ലാം, ഈ കാമക്രോധ മോഹങ്ങളെല്ലാം ഭഗവാന്റെ സേവയിലേക്ക് നമുക്ക് മാറ്റുകയും നമുക്ക് കിട്ടേണ്ടതൊക്കെ നമുക്ക് വാങ്ങാനും പറ്റും. നമുക്ക് എവിടെ പോകാൻ പറ്റും? തിരിച്ച് എന്താണ്, ഗോലോക വൃന്ദാവനത്തിലേക്ക് എൻട്രി കിട്ടും എന്നർത്ഥം, അല്ലെ? ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ.